ആയിഷ റളിയല്ലാഹു അൻഹ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഉമ്മത്തിന് തന്നെയാണ്, ഖബറിലും ഉമ്മത്തിന് തന്നെയാണ്, ആഖിറത്തിലും ഉമ്മത്തിന് തന്നെയാണ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്യുന്ന കണ്ടാല് തങ്ങൾ എന്താ ഖബറിന്ന് ചെയ്യല്? ഹദീസിലുണ്ട്. അൽഹംദുലില്ലാഹ്, ആ മക്കൾ അങ്ങനെ ഒരുമിച്ച് കൂടി ചൊല്ലുന്നുണ്ട്. ഇനി നമ്മൾ എന്തെങ്കിലും മൊബൈലിലോ ഹറാമാറ്റം ചെയ്യുന്നുണ്ടാലോ ലഅനത്തെയ്യോ ശപിക്കോ? ഇല്ല, പുറത്തു കൊടുക്കണം. പാവാ, പുറത്തു കൊടുക്കണം. ഞാൻ ഇത്രയും പഠിപ്പിച്ചിട്ടും അവരങ്ങനെ ചെയ്യുന്നു എന്ന് ശപിക്കൂല. തങ്ങള് പുറത്തു കൊടുക്കണേ, പാവങ്ങളാണ് അവര്. കണ്ട, ഒരാൾ ജനിച്ച മുതൽ മരിക്കണവരെ ശ്വാസോച്ഛ്വാസം മുഴുവനും പുറത്തു വിടുന്ന ശ്വാസവും ഉള്ളിലേക്ക് വലിക്കുന്ന ശ്വാസവും, ഇത് മുഴുവൻ സമയത്തും എല്ലാ ഘട്ടങ്ങളിലും തങ്ങൾക്ക് സ്വലാത്തില്ലേ. എന്നാലും തീരൂല മോനെ കടപ്പാട്. അവിടത്തോടുള്ള കടപ്പാട് എപ്പം തീരാനാ? എപ്പാ തീരുക? എപ്പോഴാ തീരുക? ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക. ഈ നബി തങ്ങളെ സ്നേഹിക്കണമെന്നുള്ളതിന് ഇനി വേറെ തെളിവൊക്കെ വേണം. ആയത്തോ ഹദീസൊക്കെ ഓതണം, കിതാബ് എടുത്ത് ഉദ്ധരിക്കണം. റബീഉൽ അവ്വൽ തന്നെ വരണോ നമുക്ക്? റബീഉൽ അവ്വൽ തീർന്നാൽ ഈ നബിനെ മറക്കാനാണോ നമ്മളെ പോണത്? എങ്ങനെ മറക്കുക? എങ്ങനെ മറക്കുക? നിങ്ങൾ ആലോചിച്ചു.